ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ നാളത്തെ എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തായാലും ഇത് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വേഷം വരാറായി, കൃഷ്ണനും യവനനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ്. ആശാന്റെ യവനനാണ്. അരങ്ങൊഴിയുന്നതിന് മുമ്പുള്ള അവസാനത്തെ വേഷം, അതുകൊണ്ട് അരങ്ങ് തകർക്കുന്ന കളിയാകും. കീർത്തിമുദ്ര അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആശാന്റെ കഥാപാത്രങ്ങളിൽ കാണികൾ ഇത്രയേറെ പ്രതീക്ഷ പുലർത്തുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, വിശദമാക്കുക. അപ്പൊ ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആശാന്റെ കഥാപാത്രങ്ങൾ ഇത്രയേറെ പ്രതീക്ഷ പുലർത്തുന്നത്? ഒരു കലാകാരന്റെ ജീവിതം കഥയിലൂടെ ആവിഷ്കരിക്കുന്ന കഥയാണ് കീർത്തിമുദ്ര. 13-ാമത്തെ വയസ്സിൽ കഥകളി അഭിനയിക്കാൻ തുടങ്ങിയതാണ് ആശാന്റെ ജീവിതം. 88-ാം വയസ്സിലും ഉപാസിക്കുന്ന അദ്ദേഹത്തിന്റെ ആസ്വാദക സമൂഹം കീർത്തിമുദ്രയെ ബഹുമാനിക്കുന്നു. അതിനായി എത്തുന്ന മുഖ്യമന്ത്രിയാണ്. അണിയറയിലിരിക്കുന്ന ആശാന്റെ അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ പൂർവ്വകാലത്തിലേക്ക് ഒന്ന് കടന്നു പോകുന്നു. പുതുതലമുറ കലയെ അകാര്യമായി കരുതുന്നുണ്ടോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു. ക്ലാസ് അഭ്യസിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആശാനെ കെട്ടിയാടാനും പ്രശംസ പിടിച്ചു വെച്ചാനും അക്കാലത്ത് കഴിഞ്ഞിരുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടാത്ത അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാം. വേഷത്തിൽ വന്ന മാറ്റം വേദനയും ഒന്നുണ്ടാക്കുകയും പ്രകടനത്തിൽ ആശാൻ കുറവൊന്നും വരുത്തിയിട്ടില്ല. അരങ്ങൊഴിയുന്ന ആശാന്റെ അവസാന വേഷം കാണാൻ കാണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. രണ്ടും മികച്ച വേഷങ്ങൾ, കൃഷ്ണനും യവനനും. അരങ്ങത്ത് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ഒടുവിൽ കൃഷ്ണന്റെ പാദങ്ങളിൽ യവനൻ തളർന്നു വീണു. ചെങ്ങിലക്കാരനും ഇലത്താളക്കാരനും കുലുക്കിപ്പിടിച്ചപ്പോഴാണ് ആശ്വാസം നിലച്ചതായി കണ്ടത്. ആശാൻ എന്നേക്കുമായി കീർത്തിമുദ്ര നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അനൗൺസ്മെന്റ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ കലാകാരന്റെ ജീവിതം അഭിനയവും ഒന്നായി മാറുന്നു. ഈ രീതിയിൽ കലയെ ജീവിതചര്യമാക്കി മാറ്റിയ ഒരു കലാകാരന്റെ ജീവിതത്തിലെ വിവിധ അവസ്ഥകളെയാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. ഇതിന് രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായിരുന്നു കവിതയോട്. ആ കവിതയോട് എന്ന കഥയുടെ ആസ്വാദന കുറിപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. അതായത് കവിതയോട് ഇത് 2 വരികളും അതുപോലെ തന്നെ പുറമേ നിന്നുള്ള 2 വരികളും തമ്മിൽ താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ വിശകലന കുറിപ്പ് എഴുതാനോ അങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ചോദ്യം വരണമെന്നില്ല. അപ്പൊ നമുക്ക് അതിന് ഉത്തരം എഴുതണമെങ്കിൽ നമുക്ക് കവിതയുടെ ആശയം കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ കൂട്ടുകാരെ കവിതകളുടെ എല്ലാം ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ പോകാൻ. അപ്പൊ കവിതയോടിന്റെ ആസ്വാദന കുറിപ്പ് നോക്കാം. ടി ഉബൈദിന്റെ കവിതയോട് എന്ന കവിതയിൽ കവി എന്ന നിലയിൽ തന്റെ പിറവിക്ക് കാരണമായ കാവ്യമാതാവിനെ തേടി അലയുന്ന യാത്രയാണ്. നിന്റെ മകനായ എന്റെ മുൻപിലെത്താൻ എന്തിനാണ് അമ്മേ ഇത്രയും താമസിക്കുന്നതെന്ന് കവി പ്രകൃതി മാതാവിനോട് ചോദിക്കുകയാണ്. അലങ്കാരിക ഭംഗിയോട് കൂടിയാണ് കവി പ്രപഞ്ച ചൈതന്യത്തെ വർണ്ണിക്കുന്നത്. ആറ്റുനോറ്റുണ്ടായ സൂര്യനാകുന്ന തങ്കകുമാരനെ പൊൻചാറിൽ മുക്കി പുലരിയുടെ മടിത്തട്ടിൽ കിടത്തി പ്രകൃതി മാതാവിനെ ഓമനിക്കുന്ന നേരത്ത് അമ്മയെ തേടി നടന്ന കവിക്ക് ആ മണിമുറ്റത്ത് പുഞ്ചിരിയോടെ ശോഭയല്ലാതെ യാതൊന്നും കാണാൻ കഴിയാതെ നിരാശനായി മടങ്ങേണ്ടി വന്നു. പടിഞ്ഞാറേ തടാകത്തിൽ ഇറങ്ങി കുളിച്ച് ചെമ്പെടുത്ത് സന്ധ്യാദീപവും കയ്യിലെടുത്ത് സന്ധ്യയാകുന്ന പെൺകുടി പ്രാർത്ഥിക്കാനായി എത്തുന്ന പൂന്തോട്ടവും കവി അമ്മയെ തിരഞ്ഞെത്തി. സന്ധ്യാവനത്തിലെ നമ്മുടെ വീടുകളിൽ വിളക്കുമായി വരുന്ന പെൺകുട്ടിയെ വിശാലമായ തരത്തിൽ സൂര്യാസ്തമിച്ച് കവി സങ്കല്പിക്കുന്നു. സൂര്യൻ എന്ന വിളക്കാണ് അവൾ കയ്യിലേന്തിയിരിക്കുന്നത്. പാവപ്പെട്ട കർഷകന് നൽകാൻ ലോകമാതാവ് ആനന്ദത്തോടെ സംഭരിച്ച രത്നങ്ങൾ നിറച്ച ഇരുമ്പ് പെട്ടികളും പത്തായങ്ങളും എല്ലാം നിറച്ചു വെച്ച ആകാശമാകുന്ന തട്ടിൽ മുകളിലുമെല്ലാം കവി അമ്മയെ തേടി അലഞ്ഞു. അവിടെ ലോകമാതാവിന്റെ പ്രകൃതിയുടെ മിന്നലാകുന്ന അരഞ്ഞാണവും മഴവില്ലാകുന്ന മാണിക്യമലയും ആ കവിക്ക് കാണാൻ കഴിയുന്നത്. പ്രഭാതത്തിലെ കുയിലിന്റെ ഗാനങ്ങളിൽ കവി പ്രകൃതി ബിംബതയുടെ താരാട്ടാകുന്ന തേനൊലി സംഗീതവും കുളിർ പൂച്ചോലയുടെ ഓളങ്ങൾ അമ്മയുടെ മൃദുലമായ കരഘോഷങ്ങളുടെ പ്രതിനിധിയും കേട്ടു. സുന്ദരവും മനോഹരവുമായ ചെമ്പനീർ പുഷ്പങ്ങളിൽ അമ്മയുടെ പാദപത്മത്തിന്റെ പാടുകളും കവി കാണുന്നു. എന്നിട്ടും കവിക്ക് അമ്മയെ കണ്ടെത്താൻ കഴിയുന്നില്ല. നിന്റെ ഉണ്ണിയായ എന്നെ കൈവിട്ടു മാഞ്ഞു പോവുകയാണോ എന്ന് കവി ചോദിക്കുകയാണ്. കവി എന്ന നിലയിൽ തന്റെ പിറവിക്ക് കാരണമായ കാവ്യമാതാവ് അത് പ്രകൃതി തന്നെയാണ് അന്വേഷിക്കുന്ന കവിയാണ് ഇത്. ആ അമ്മയുടെ പൂർണ്ണത ദർശിക്കണമെന്ന ആശയത്തോടെ അന്വേഷിക്കുന്നെങ്കിലും തനിക്ക് പൂർണ്ണദർശനം നൽകി തന്റെ കണിക്കയേറ്റം വാങ്ങിയ ആഗ്രഹം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കവി. ഓക്കെ, അടുത്തത് 1000 മണികളുടെ നാവ്
പൊത്തിയിടമെറ്റ വായിലെ നാവുകൾ കെട്ടുവാൻ കഴിയുമോ? വരികൾ വിശകലനം ചെയ്ത് പെരുന്തച്ചന്റെ നിസ്സഹായതയുടെ ആഴം വ്യക്തമാക്കുകയും കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പൊ അതായത് ആൻസർ എന്ന് പറയുന്നത് ടൈറ്റിൽ മിസ്റ്റേക്ക് ആണ്. അപ്പൊ കവിയുടെ ഈ വരികളിലുള്ള വിശകലനം എന്താണ്? നമ്മുടെ പെരുന്തച്ചൻ എന്ന് പറയുന്ന പാഠഭാഗത്തില് നിസ്സഹായ അവസ്ഥയുടെ ആഴം എങ്ങനെയൊക്കെയാണ് വ്യക്തമാക്കുന്നത്, അതിനെ കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. എന്താണ്? 1000 മണിയുടെ നാവ് പൊത്തിയിടാമറ്റം വായിലെ നാവാർക്കും കെട്ടുവാൻ കഴിയും. എങ്ങനെയാണ് അതിന്റെ കുറിപ്പ് എഴുതാം? ക്ഷേത്രത്തിന്റെ കൊടിമരത്തിനു മുകളിൽ മകൻ സ്ഥാപിച്ച ഗരുഡ വിഗ്രഹം കണ്ടാൽ പറന്നു പറ്റിയ ഗരുഡൻ ഇരിപ്പുറപ്പിക്കാനായി ചിറകുകൂകകൾ ചലിപ്പിക്കുന്നതായി തോന്നും. ഇത് കണ്ടിട്ട് പെരുന്തച്ചൻ അസൂയയാലുവായെന്ന് ജനം പറഞ്ഞതിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണിത്. മനുഷ്യരെ പോലെ മണികൾക്ക് നാവുണ്ട്, രണ്ടും ശബ്ദമുണ്ടാക്കുന്നതാണ്. മണിയുടെ നാക്കിന് തടഞ്ഞ ശബ്ദം നിരോധിക്കാം. 1000 മണികളുടെ നാക്കു വേണമെങ്കിലും നിശബ്ദമാക്കാം. പക്ഷെ മനുഷ്യന്റെ നാവിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. പറയുക മനുഷ്യന്റെ സഹജവാസനയാണ്. അത് കേൾക്കാനും പറയാനും താല്പര്യവുമാണ്. അതിനെ തടയാൻ ആർക്കുമാവില്ല എന്ന ധ്വനി. 1000 മണികളുടെ നാവിനേക്കാൾ മനുഷ്യന്റെ നാവിന് ശക്തിയുണ്ടെന്നും മനുഷ്യർ തകർക്കാൻ അത് മതിയെന്നും സാരമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. കവിതയോട്, അതുപോലെ തന്നെ കളിയച്ചൻ ജനിക്കുന്നു എന്ന് പറയുന്ന ആ ഇലഞ്ഞിത്താളം അതുപോലെയുള്ള പാഠഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.